ഇല്ല, സത്യത്തിൽ അന്ന് ഞങ്ങൾ ലയിക്കുമ്പോൾ ഞങ്ങൾക്കൊരു തോന്നലുണ്ടായിരുന്നത് ഭരണകക്ഷിയിലെ ആകുമെന്നാണ്. പക്ഷേ ഇടതുപക്ഷമാണ് ജയിച്ചത്. ഭരണകക്ഷി ആവുകയാണെങ്കിൽ 2 രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരെണ്ണം കോൺഗ്രസ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ ആ ഒരു സീറ്റാണ് എനിക്ക് തരാനായിട്ട് അന്ന് തീരുമാനിച്ചത്. ആ ഒരു സീറ്റ് കിട്ടും, അപ്പോൾ അത് രാജ്യസഭയിലേക്ക് പോകുന്നത് എനിക്ക് താല്പര്യമാണ്. വാസ്തവത്തിൽ കൂടുതൽ നാൾ ഞാൻ 6 പ്രാവശ്യമായി 20 കൊല്ലം പാർലമെൻറ്റിലുണ്ടായിരുന്നയാളാണ്. അപ്പോൾ പാർലമെൻറ്റിൽ കൂടുതൽ പ്രവർത്തിച്ചുള്ള പരിചയം കൊണ്ടും അവിടെ കൂടുതൽ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ശൈലി ഒരു വിധത്തിൽ കുറേയൊക്കെ ഉള്ളതുകൊണ്ടും എനിക്ക് അതിൽ താല്പര്യമാണ് എന്നുള്ളത് ശരിയാണ്. അതുകൊണ്ട് രാജ്യസഭ തരാം എന്നുള്ള തീരുമാനത്തിൽ മാത്രമേ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തുള്ളൂ. ഒരു കാര്യത്തിൽ മാത്രമേ. ലോക്സഭയെക്കുറിച്ച് ഒരു തീരുമാനം എടുത്തില്ല. സത്യത്തിൽ ആരും വെട്ടിയതല്ല. കേരള കോൺഗ്രസിൽ ഞങ്ങളുടെ ഒരു ചർച്ച വന്നപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ നിൽക്കുന്നതിനേക്കാൾ കുറെ കൂടി നല്ലത് മറ്റൊരു സ്ഥാനാർത്ഥിയായിരിക്കും എന്നൊരു തോന്നൽ വന്നു. അത് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വന്നപ്പോൾ അത് കോൺഗ്രസോ അല്ലെങ്കിൽ ആരെങ്കിലും എതിർത്തുകൊണ്ടല്ല, ചിലരങ്ങനെയും പറഞ്ഞു. പക്ഷേ അങ്ങനെ പല കാര്യങ്ങൾ വന്നതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല. എന്നോട് ചെയർമാനും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ആളെ കണ്ടെത്താം എന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് വലിയൊരു ഭാഗ്യവും കിട്ടി. ഞാനതിപ്പം ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ പറഞ്ഞിരിക്കുക. ഞാൻ കൂടുതലും വക്കീൽ പണിയിൽ താല്പര്യനായിരുന്നു. ഞാൻ 5 കൊല്ലം കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും വിദ്യാസാഗരമൊക്കെ ഇടുക്കി കോടതി വന്നപ്പോൾ തൊടുപുഴയ്ക്ക് പോയി. അവിടെ കൊലക്കേസ് ഉൾപ്പെടെ സെഷൻസ് കേസ് കൂടുതൽ എനിക്കും വന്നു, സിവിൽ കേസുകൾ കൂടുതൽ വിദ്യാസാഗറിനും പോയി. ഞങ്ങൾ രണ്ടുപേരും അവിടെ പെട്ടെന്ന് ടോപ്പിലെത്തി. അപ്പോൾ അവിടെ ഭയങ്കരമായ പ്രാക്ടീസിലിരിക്കുകയും ഭയങ്കരമായ ഇൻകവും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഇലക്ഷനിലേക്ക് പോകാനൊന്നും എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാണി സാർ നിർബന്ധിച്ച് ഒരു ഇലക്ഷന് ഞാൻ നിന്ന് ആദ്യത്തെ ഇലക്ഷൻ തോറ്റുപോയി. പിന്നെ പാർലമെൻറ്റിലേക്ക് വന്ന് പിന്നെ പാർലമെൻറ്റിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് അവിടെ പറഞ്ഞ വേറൊന്നുമല്ല, ഞാൻ ഇലക്ഷൻ നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ച അന്ന് തന്നെ എനിക്കൊരു നല്ല കേസ് കിട്ടി. സുപ്രീം കോടതി വാദിക്കാനായിട്ടാണ്. ഞാനത് പോയി വാദിച്ചു. അത് നമ്മുടെ സുല്യ മെഡിക്കൽ കോളേജൊക്കെ ഇല്ലേ, സുല്യ മംഗലാപുരം, അവിടുത്തെ അവരുടെ ഒരു ക്ലയൻറ്റ് കൊലക്കേസാണ്. അപ്പോൾ അതിൻ്റെ അപ്പീൽ ഞാൻ അവിടെ പോയി വാദിച്ചു. അപ്പീൽ വാദം കേട്ടില്ല, ജാമ്യം കേട്ടു. അവർക്കെല്ലാം ജാമ്യം കിട്ടി. ഇനി അപ്പീൽ വാദിക്കാനായിട്ട് മെയ് 1-ാം തീയതി പോവുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിലും എനിക്ക് വലിയ സന്തോഷത്തിൽ പോകുന്നുണ്ട്. നല്ലൊരു കേസ് കിട്ടി. അതുകൊണ്ട് അടുപ്പിച്ച് പിന്നെ ഹൈക്കോടതി വേറെ കേസുകളും വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അതിവിടെ പറയേണ്ട കാര്യമുള്ളതല്ല. പക്ഷേ പറഞ്ഞത് അങ്ങനെയില്ല. സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞതുപോലെ ഞാൻ വിടുകയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ആരുടെയെങ്കിലും കേസുണ്ടെങ്കിൽ ഞാൻ നടത്തും. ഫീസ് വേണം കേട്ടോ.